ഇപ്പോൾ നേരത്തെ ബിന്നിൽ റിപ്പോർട്ട് ചെയ്ത് പ്രാഥമികമായി ഉത്തരവ് പുറത്തേക്ക് വരുമ്പോഴുള്ള വിവരങ്ങളാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നത് എന്തെല്ലാമാണ്, എന്തൊക്കെ വിശദാംശങ്ങളാണ് കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്, ഇനി പരിഗണിക്കാൻ പോകുന്നത്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പേർ കൂടി പരിശോധനയിലാണ്, 2 പേരുടെ പങ്കാളിത്തം കൂടി പരിശോധനയിലാണ് എന്നുള്ളതാണ്. നിലവിൽ 16 അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 2 പേരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടി ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഇൻവോൾവ്മെന്റ് ഓഫ് 3 പേരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ കാര്യങ്ങൾ റോൾ ഓഫ് 2 more suspects is presently being examined എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാളികളുടെ ശാസ്ത്രീയ പരിശോധന സംബന്ധിച്ചാണ്. അപ്പോൾ കോടതിക്ക് ഇന്ന് VSC ശാസ്ത്രജ്ഞർ സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കോടതി വിശദമായി പരിശോധിച്ചതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനുശേഷം കോടതി പറയുന്നത് ഹൈലി ടെക്നിക്കലാണ്, അവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഹൈലി ടെക്നിക്കലാണ്. അതുകൊണ്ട് ആ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തണം. അതിൽ 1998 ക്ലാഡ് ചെയ്ത ഗോൾഡ് എടുത്തുകൊണ്ട് പോയ ശേഷം അതേ ഗോൾഡാണോ തിരിച്ചു കൊണ്ടുവന്നതെന്നായിരുന്നു പരിശോധന, അതേ പാളി തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നതായിരുന്നു പരിശോധന. അതല്ല എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ലഭിച്ചതെന്ന് കോടതി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇറ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ് ദാറ്റ് ദി റിപ്പോർട്ട് ഈസ് ഹൈലി ടെക്നിക്കൽ ഇൻ നേച്ചർ ആൻഡ് ദാറ്റ് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ഹാവ് ടു ബി റെക്കോർഡഡ് ഫ്രം ദി സയന്റിസ്റ്റ് ആൻഡ് ടെക്നിക്കൽ എക്സ്പെർട്സ് ഓഫ് VSC. അതുകൂടാതെ കോടതി പറഞ്ഞു വെക്കുന്നത് ഈ നേരത്തെ കോടതി സംശയിച്ചിരുന്നത്, അതായത് കൊണ്ടുപോയ അതേ പാളിയല്ല തിരിച്ചു കൊണ്ടുവന്നത്, അങ്ങനെ ആ സംശയം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് VSCയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നും കോടതി ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് ടാമ്പറിംഗ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ബട്ട് ആൾസോ പ്രൊവൈഡ് ക്രിട്ടിക്കലി എവിഡൻറ്ററി പോയിന്റേഴ്സ് ഫോർ കോർഡിനേറ്റിംഗ് പാസ്റ്റ് ട്രാൻസാക്ഷൻസ് വിത്ത് സബ്സിക്വന്റ് ആക്ടിവിറ്റീസ്. അതായത് അതിനകത്ത് കൂടുതൽ മൊഴി ഈ ശാസ്ത്രജ്ഞന്മാർ ഈ ഹൈക്കോടതിയുടെ നിലപാടിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ പ്രാഥമികമായി എന്ന് പറയുമ്പോൾ VSC പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള ഹൈക്കോടതിയുടെ നിഗമനം, അതിന്റെ പ്രാഥമിക വിശദാംശങ്ങൾ ഇപ്പോൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ വ്യാപിക്കുകയാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 16 അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 11 പേരെ SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേര് ക്ലോസ്ലി അവർ പരിശോധനയിലാണ്, അവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് പരിശോധനയിലാണ്. അതിൽ 2 പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ അത് തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്നായിരുന്നു കോടതിയുടെ സംശയം. ആ സംശയത്തെ ബലപ്പെടുത്തുന്ന ഒരു പരിശോധന ഫലമാണ് VSCയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ VSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കോടതി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കെമിക്കൽ അനാലിസിസിന്റെ സമ്മറി പരിശോധിക്കുമ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് പ്ലേറ്റുകളിൽ നിക്കൽ ആൻഡ് അക്രലിക് പോളിമർ ലെയേഴ്സ് ഇൻ ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ്, അതും മെർക്കുറിയുടെ ദി ആബ്സെൻസ് ഓഫ് മെർക്കുറി, അതായത് പിന്നീട് കൊണ്ടുവന്നതിൽ മെർക്കുറിയുടെ പ്രസൻസോ അങ്ങനെ കുറെ വ്യത്യാസം, അതായത് കെമിക്കൽ എക്സാമിനേഷനിൽ 2 പാളികളും തമ്മിലുള്ള വ്യത്യാസം കോടതി ആ റിപ്പോർട്ടിലുണ്ട് എന്നാണ് കോടതി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരത്തെ കോടതി സംശയിച്ചതുപോലെ തന്നെ ഈ പാളികൾ മാറ്റി ആണ് പുതിയത്, അതായത് ഒറിജിനൽ പാളി മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊണ്ടുവന്നത് എന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് VSCയിൽ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയവും കോടതി പരിഗണിച്ചിരിക്കുന്നു. അപ്പോൾ വാജിവാഹനം കണ്ഠരര് രാജീവർക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന വേണം. അതിനൊപ്പം തന്നെ അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അത് കണ്ടെത്താനുള്ള പരിശോധന കൂടി വളരെ പ്രധാനമാണ്. ഇപ്പോൾ അനന്തൻ പറഞ്ഞൊരു ഭാഗം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു. തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയത് അവിടെയാണല്ലോ ഈ രാഷ്ട്രീയം വരുന്നത്. LDF കാലത്ത് നടന്ന കൊള്ള UDF ഭരണസമിതി ഇരിക്കുമ്പോൾ വാജിവാഹനം കൈമാറുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇത് പരസ്യമായാണ് വാജിവാഹനം കൊടുത്തത് എന്നടക്കമുള്ള ദൃശ്യങ്ങൾ വന്നതാണ്. അക്കാര്യത്തിൽ ക്ലാരിറ്റി, ഈ ഉത്തരവിന്റെ ക്ലാരിറ്റിയിലേക്ക് എത്തേണ്ടതുണ്ട്.